സഹോദരന്മാരെ, അപ്പോൾ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു ശരിയായ മുസ്ലിം വേറൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യദ്ലിമുഹു, അവൻ മറ്റൊരാളെ ആക്രമിക്കൂല. വലാ യഖ്ദുലുഹു, വേറൊരു മനുഷ്യനെ അതാ കയ്യൊഴിക്കൂല. വലാ യഹ്കിറുഹു, ഒരു യഥാർത്ഥ മുസ്ലിം വേറൊരു മുസ്ലിമിനെ നിന്ദിക്കൂല. ഒരാള് മറ്റൊരാളെ നിന്ദിക്കുന്നുണ്ടെങ്കിൽ അവൻ യഥാർത്ഥ മുസ്ലിം അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു യഥാർത്ഥ മുസ്ലിം വേറൊരു മുസ്ലിമിനെ നിന്ദിക്കൂല, ഇൻസൾട്ടാക്കൂല, പരിഹസിക്കൂല. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബിഹസ്ബി ഇംരിഇൻ മിനശ്ശർരി അൻ യഹ്തിറ അഖാഹുൽ മുസ്ലിം, ഒരു മനുഷ്യന് നാശത്തിന് മതി. സുബ്ഹാനല്ലാഹ്, നമുക്കറിയാം കള്ള് കുടിക്കുന്നത് നാശമാണ്, വ്യഭിചരിക്കുന്നത് നാശമാണ്, പലിശ വാങ്ങുന്നത് നാശമാണ്, നിസ്കാരമൊഴിക്കുന്നത് നാശമാണ്, ബാപ്പയുമ്മയെ ധിക്കരിക്കുന്നത് നാശമാണ്, പണ്ഡിതന്മാരെ ചീത്ത പറയുന്നത് നാശമാണ്, തങ്ങന്മാരെ നിന്ദിക്കുന്നത് നാശമാണ്. അതേ, ആയിരക്കണക്കിന് വലിയ വലിയ തെറ്റുകുറ്റങ്ങളുണ്ട്. ഒരു നിരപരാധിയെ വധിക്കുന്നത് നാശമാണ്, ഷർറാണ്, നാശമാണ്. ഒരു രാജ്യത്ത് ഭരണവും ഭരണാധികാരങ്ങളും നിലനിൽക്കുമ്പോ ആ രാജ്യത്ത് നിയമം കയ്യിലെടുക്കുന്നത് നാശമാണ്. എന്നാൽ ഇതൊന്നും വേണമെന്നില്ല നാശത്തിന്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ബിഹസ്ബി ഇംരിഇൻ മിനശ്ശർരി, ഒരു മനുഷ്യന് നാശത്തിന് മതി അൻ യഹ്തിറ അഖാഹുൽ മുസ്ലിം, അവന്റെ മുസ്ലിമായ സഹോദരനെ നിന്ദിക്കുന്നത് മതി. ഒരു മുസ്ലിമായ മനുഷ്യനെ ഒരാൾ നിന്ദിച്ചാൽ അവന് നാശത്തിന് അത് മാത്രം മതി. അതേ, ഒരൊറ്റ മുസ്ലിമിനെയും നിന്ദിച്ചുകൂടാ. പിന്നെ പണ്ഡിതന്മാരെ നിന്ദിച്ചുകൂടാന്ന് പറയണോ, മുതഅല്ലിമീങ്ങളെ നിന്ദിച്ചുകൂടാന്ന് പറയണോ, തങ്ങന്മാരെ നിന്ദിച്ചുകൂടാന്ന് പറയണോ, പ്രായമുള്ള കാരണവന്മാരെ നിന്ദിച്ചുകൂടാന്ന് പറയണോ, നാട്ടിൽ നല്ല നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കളെ നിന്ദിച്ചുകൂടാന്ന് പറയണോ, ഒരാളെയും നിന്ദിച്ചുകൂടാ. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ, ഭക്തി ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, ഭക്തി ഇവിടെയാണ്. എന്താണ് പറഞ്ഞതിന്റെ താല്പര്യം? സുഹൃത്തുക്കളെ, അറിയാമല്ലോ നിങ്ങൾക്ക്, അറിയാമല്ലോ നിങ്ങൾക്ക്, തലപ്പാവും തൊപ്പിയും സുന്നത്താണ്. അതേ, വെള്ളവസ്ത്രം പുണ്യമാണ്, താടി നീട്ടൽ പുണ്യമാണ്. പക്ഷേ തെക്കുവയുടെ അടിത്തറ താടിയല്ല, തെക്കുവയുടെ അടിത്തറ തലപ്പാവല്ല, തെക്കുവയുടെ അടിത്തറ വെള്ളക്കുപ്പായമല്ല. അപ്പൊ താടിയുള്ളത് കൊണ്ട് തെക്കുവ വേണമെന്നില്ല, തലപ്പാവുള്ളത് കൊണ്ട് തെക്കുവ വേണമെന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ അതാ പറയുന്ന, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ. തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്. മനുഷ്യന്റെ മനസ്സിൽ അഹങ്കാരം പാടില്ല, അസൂയ പാടില്ല, വിദ്വേഷം പാടില്ല, വൈരാഗ്യം പാടില്ല, ആരെയും നിന്ദിക്കുന്ന മനസ്സ് പാടില്ല. എല്ലാവരും ആദരിച്ചും സ്നേഹിച്ചും ബഹുമാനിച്ചും ഐക്യപ്പെട്ടും സന്തോഷത്തോടെ ജീവിക്കണം. ഒരിക്കലും തന്നെ കുറുക്കനെ പോലെ കൂക്ക് വിളിക്കരുത്, നായയെ പോലെ കൊരക്കരുത്, കോഴിയെ പോലെ കൊത്തരുത്, കുരങ്ങിനെ പോലെ കൊഞ്ഞനം കാട്ടരുത്. മനുഷ്യന് അതാ ഉയർന്ന ജീവിത നിലവാരം വേണം. ആ നിലവാരം അനുസരിച്ചല്ലാതെ ഒരാളോടും പെരുമാറരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് കണ്ടില്ലേ? നിങ്ങൾ പൂവൻ കോഴിയെ ചീത്ത പറയരുത്. പൂവൻ കോഴി എന്ന് പറഞ്ഞാൽ ആ ജീവിയെ നമുക്ക് നല്ല പരിചയമുണ്ട്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ചിലപ്പോൾ നജസ് തിന്നും,
ചിലപ്പോൾ നജസ് തിന്നും, ചിലപ്പോൾ ആരാന്റത് ചോദിക്കാതെ തിന്നും. അന്യന്റെ അരിമണികൾ, നെല്ലിന്റെ മണികൾ പൊരുത്തമില്ലാതെ തിന്നും. അതുപോലെ തന്നെ ചിലപ്പോ നജസ് തിന്നും. സുബ്ഹാനല്ലാഹ്, ചിലപ്പോൾ ശവം തിന്നും. ഇങ്ങനെ എല്ലാം ചെയ്യുന്ന വൃത്തികേടൊക്കെ തിന്നുന്ന ഒരു ജീവിയല്ലേ ഈ പൂവൻ കോഴി. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പൂവൻ കോഴിയെ നിങ്ങൾ ചീത്ത പറയരുതേ. എന്തേ കാരണം? ഫഇന്നഹു യദ്ഉ ഇലസ്സലാഹ്. ആ പൂവൻ കോഴി ഒരു നല്ല കാര്യം ചെയ്യുന്നുണ്ട്. അതെന്താണ്? അത് നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അതേ, കോഴി കൂടിപ്പോയി സുബിയായി എന്നും ആര് പറയുന്നത് കേൾക്കാറില്ലേ? അങ്ങനെ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുക എന്നൊരു നല്ല കാര്യം ആ പൂവൻ കോഴി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പൂവൻ കോഴിയെ ചീത്ത പറയരുതേ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നജസ് തിന്നുന്ന ജീവിയാണെങ്കിൽ പോലും ഒരു നല്ല കാര്യം ചെയ്യുന്ന ജീവിയെ ചീത്ത പറയരുത് എന്നല്ലേ ആ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷേ നമ്മുടെ മുസ്ലിം സമുദായം പരസ്പരം ചീത്ത പറഞ്ഞും നശിപ്പിച്ചും പരസ്പരം നിന്ദിച്ചും പരിഹസിച്ചും നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ മഹത്വം, നമ്മുടെ സ്വഭാവ ഗുണം, നമ്മുടെ മനുഷ്യത്വം കളഞ്ഞു കുളിക്കുന്ന സ്വഭാവങ്ങൾ കാണുമ്പോ വല്ലാതെ വേദനിക്കുന്നു. അല്ലാഹു ജല്ല ജലാലുഹു ഈ ഉമ്മത്തിനെ മുഴുവനും നന്നാക്കി തരട്ടെ. ഈ ഉമ്മത്തിനെ നേർവഴിയിൽ നടത്താൻ നേതാക്കൾക്കും പണ്ഡിതന്മാർക്കും അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ആ സീഡിയിൽ പറയുന്നത് പണ്ഡിതന്മാര് സുന്നത്ത് ജമാഅത്ത് പറഞ്ഞിട്ട് ആ സ്പെയിൻ തകർന്നതെന്നാണ്. അങ്ങനെ ഒരു ചരിത്ര ഗ്രന്ഥത്തിലുമില്ല. ഞാൻ ഇപ്പോൾ വരുന്ന സമയത്ത് മൗലാന എം.എ. ഉസ്താദിന്റെ വീട്ടിൽ കയറി ഉസ്താദ് അവറുകളോട് പലതും സംസാരിച്ചു. കൂട്ടത്തിൽ ഞാൻ ഉസ്താദ് അവറുകൾ പലപ്പോഴും സ്പെയിനിനെ പറ്റി എഴുതാറുണ്ട്, പറയാറുണ്ട്. ഞാൻ ചോദിച്ചു, സ്പെയിനിന്റെ ചരിത്രത്തിൽ അങ്ങനെയുണ്ടോ? ഉസ്താദ് പറഞ്ഞു, ഇല്ലേ ഇല്ല. ഉമവിയ ഭരണാധികാരികൾ അവരെ രാഷ്ട്രീയ കാരണത്തിന് വേണ്ടി പരസ്പരം തല്ലിയിട്ട് ആ രാജ്യം തകർന്നു. ഓ മുഅ്മിനീങ്ങളെ, അതേ, ഒരിക്കലും പണ്ഡിതന്മാരെ കൊണ്ട് ഒരിക്കലും ഒരു ഇസ്ലാമിക രാഷ്ട്രവും തകർന്നിട്ടില്ല. അതേ സമയത്ത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ കൊണ്ട് ഇന്നും ഇസ്ലാമിക രാഷ്ട്രം തകർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കാണുന്നില്ലേ ഇപ്പോൾ ഇറാഖിൽ നടക്കുന്നത് എന്താണ്? അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നത് എന്താണ്? അതേ, ഈജിപ്തിൽ നടക്കുന്നത് എന്താണ്? സിറിയയിൽ നടക്കുന്നത് എന്താണ്? അതേ രാജ്യങ്ങളിൽ നടക്കുന്ന വിഷയങ്ങൾ എന്താണ്? സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ ഷിയാക്കൾ, ആ ഷിയാക്കളെ കൂട്ടുപിടിച്ചിരിക്കുന്നു ഇസ്ലാമിന്റെ വിരോധികൾ. ഷിയാക്കളെ കൂട്ടുപിടിച്ച് മുസ്ലിമീങ്ങളെ ഓരോ ദിവസവും പൊട്ടിക്കുകയാണ്. മുസ്ലിങ്ങളുടെ മാംസങ്ങൾ പൊട്ടിച്ചിതറുകയാണ്. ഇറാഖിൽ ദിനേന പൊട്ടിച്ചിതറുകയാണ്. ഈജിപ്തിലും സിറിയയിലും പൊട്ടിച്ചിതറുകയാണ്. കാരണം എന്താണ്? ആരെയാണ് ഇസ്ലാമിന്റെ വിരോധികൾ കൂട്ടുപിടിച്ചത്? സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ ഷിയാക്കളെ അല്ലേ? എന്നാൽ അവരെ വാദത്തിന് വല്ല അർത്ഥവുമുണ്ടോ? വല്ല ചിന്തിക്കുന്നവന്റെ മുമ്പിൽ വല്ല അർത്ഥവുമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ചെറുപ്പക്കാരെ. ഷിയാക്കളെ വാദം എന്താ? ഷിയാക്കളെ വാദം മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അടക്കം വഫാത്തായതിന്റെ ശേഷം ഒരു പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കുകയാണ്. ആ പ്രസ്ഥാനക്കാരുടെ വാദം എന്താ? ആദ്യം ഭരിക്കേണ്ടത് സിദ്ദീഖുൽ അക്ബർ ആയിരുന്നു. എപ്പോഴാ ഇത് പറയുന്നത്? എല്ലാവരും വഫാത്തായതിന്റെ ശേഷം. മുമ്പാരാ ഭരിക്കേണ്ടത്? ഇപ്പൊ തർക്കം. ഇന്നും ഷിയാക്കളെ തർക്കം എന്താ? 1400 കൊല്ലം മുമ്പ് ആദ്യം ഭരിക്കേണ്ടത് ആരായിരുന്നു? 1400ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ആദ്യം ഭരിക്കേണ്ടത് ആരായിരുന്നു? ഞാൻ ചോദിക്കട്ടെ, അതുകൊണ്ട് എന്താ കാര്യം? ഈ അടുത്ത് പിറവൻ തെരഞ്ഞെടുപ്പ് പറഞ്ഞു. പിറവൻ തെരഞ്ഞെടുപ്പിൽ പറക്കേണ്ട ആള് പറഞ്ഞു. പക്ഷേ അവിടുത്തെ തർക്കത്തിന് ഒരു അർത്ഥമുണ്ട്. കാരണം ഇന്നാള് ജയിക്കണം, ഇന്നാള് തോക്കണം എന്നാ തർക്കം. തർക്കത്തിന് മയനുണ്ടല്ലോ. ഷിയാക്കളെ തർക്കം എന്താ? 1400 കൊല്ലം മുമ്പ് ആരായിരുന്നു ഭരിക്കേണ്ടത്, ഇനി ആരാ ഭരിക്കേണ്ടതെന്നല്ല. ആ തർക്കത്തിന്റെ പേരിലല്ലേ ഇന്ന് മുസ്ലിമീങ്ങൾ പൊട്ടിത്തെറിക്കുന്നത്? അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളല്ലേ മുസ്ലിമീങ്ങളെ പൊട്ടിത്തെറിപ്പിക്കുന്നത്? ഇനി നിങ്ങൾ നോക്കൂ, അതേ കക്ഷികളുടെ അതേ സ്വഭാവമല്ലേ ജമാഅത്തെ ഇസ്ലാമി മറുനാടുകളിൽ ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന പേരിൽ
മുസ്ലിം രാഷ്ട്രങ്ങളിൽ കുഴപ്പമുണ്ടാക്കുന്നതിന്റെ പിന്നിൽ ഇഖ്വാനുൽ മുസ്ലിമീനല്ലേ? ഇനി പറയട്ടെ, ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങളെ തീവ്രവാദികളും ഭീകരവാദികളുമാണെന്ന് പറഞ്ഞ് ഇവിടുത്തെ ഗവൺമെന്റ് പലപ്പോഴും അതാ നോക്കി നടക്കുന്ന സംഘടനയുടെ പേര് നോക്കിയാൽ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ സന്താനമല്ലേ? മുസ്ലിങ്ങളെ തീവ്രവാദത്തിന്റെ പേരിൽ തെറ്റിദ്ധരിക്കാൻ കാരണം ജമാഅത്തെ ഇസ്ലാമി തന്നെയല്ലേ? ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ ചില ആശയങ്ങൾ ഞാൻ ഉദാഹരണത്തിന് ചൂണ്ടിക്കാണിക്കുന്നു.